ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിസിനസ്സും എനിക്ക് ഭയങ്കര ഹൈ തരുന്നൊരു സംഭവമാണ്. സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പടപടപടപടയെന്ന് സിനിമ ചെയ്യേണ്ട ഒരു ഫേസ് കഴിഞ്ഞു. നടൻ്റെ ഫേസ് മാത്രം മാറ്റിയിട്ട് യൂട്യൂബിൽ കംപ്ലീറ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ കല്യാണോ ആരുടെ വാട്ട് ദേ ഡൂയിങ് ഇസ് റോങ്, എക്സ്ട്രീംലി റോങ്. ആൻഡ് ഐ വെൻ ഫോർവേഡ് ലീഗലി. എന്നിട്ട് ആളെ പിടിച്ചിട്ടുണ്ടായി. ഞാൻ പുറകെ നടന്നു, മെനക്കെട്ടാണ്. നീ എത്ര ആണെങ്കിലും കുഴപ്പമില്ല, ആളെ പിടിച്ചിരിക്കുന്നു. വേണുങ്ങളാണ് ശരിക്കും നമ്മളൊക്കെ ഭയങ്കര അഭിനയത്തിൽ ഹെൽപ്പ് ചെയ്തത്. വേണമെങ്കിൽ ഇരുന്ന് കഥ പറയുമായിരുന്നു. നമ്മൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കഥ കേൾക്കുന്ന സമയത്ത് നിവിൻചേട്ടൻ അവിടെ പാമ്പോലെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സിനിമയിൽ എനിക്ക് ഏറ്റവും ക്യാരക്ടർ വൈസ് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ടർ ആൻഡ് ഫ്രണ്ടാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ദുൽഖർ. കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ഐഡിയ ആയിരുന്നു. അത് രസമുള്ള ഐഡിയ, അത് പറയുന്നില്ല. യു ആർ ഹീലിംഗ് സംതിങ് യു ഡിൻ ബ്രേക്ക് എന്ന്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. മുഖത്ത് നല്ല പുട്ടി ഉണ്ടല്ലോ എന്ന് പറയുന്നത്. എനിക്ക് ഈ പുട്ടി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ പണ്ടോട്ട് ദേഷ്യമായിരുന്നു. ബിക്കോസ് ഐ ലവ് വെയറിങ് മേക്കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ഇടാൻ. എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ ഭയങ്കര എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ്. അണ്ടർ റേറ്റഡ് ആയിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമായിട്ട് ഹോം മേക്കർ തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹോം മേക്കർ. വി ഷുഡ് ഫൈൻഡ് ആർ ഓൺ ഹാപ്പിനെസ്. നമ്മളൊരു യുക്തിയിൽ കാര്യങ്ങൾ ചെയ്യില്ലേ, അപ്പം അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് നമ്മുടെ ഡിസിഷനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. വാട്ട് എവർ പീപ്പിൾ സേ, ഐ ഡോണ്ട് കെയർ. നമുക്കപ്പോൾ ഇന്നുള്ളത് നമിത പ്രമോദാണ്. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? ഞാൻ ഇരിക്കട്ടെ, എന്താണ് വിശേഷം? പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും, ഇതൊക്കെ തന്നെ വിശേഷം. പുതിയ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എന്താണ് നമിതയുടെ വിശേഷങ്ങൾ? ഏറ്റവും പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കായിട്ട് പറയാനായിട്ട് നമ്മുടെ അടുത്ത്? എക്സ്ക്ലൂസീവ് ആയിട്ടൊന്നും ഇല്ല, ഉള്ളത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമ ഉണ്ട്, ബിസിനസ് ഉണ്ട്, എല്ലാം. ലൈഫ് അപ്ഡേറ്റ് ഒക്കെ എവിടെ വരെ എത്തി? വെരി ഗുഡ്. ആസ് ഓഫ് നൗ വെരി ഗുഡ്. ഓക്കെ. ഒരു ഓൺട്രപ്രണർ സൈഡ് എനിക്ക് തോന്നുന്നു ഒരു 2 or 3 years ആയിട്ട് ആ ഒരു സൈഡിലേക്ക് നമിത എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ആക്ടിങ് സൈഡിലാണ് നമ്മൾ തുടങ്ങിയത്. ആദ്യം സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഒരു ഇതുണ്ടാകുന്നു. അതിനുശേഷം പിന്നെ സിനിമ, പിന്നെ ഒരു ഓൺട്രപ്രണർ സൈഡ്, കുറേ കാര്യങ്ങളുണ്ട്. പ്ലാൻ A, B, C എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡിഫറെൻറ്റ്, ഇനി എന്തെങ്കിലും ഒരു പുതിയ പ്ലാൻ ഉണ്ടോ? ഒരു ഓൺട്രപ്രണർ സൈഡായി, ആക്ടിങ് ആയി, നെക്സ്റ്റ്? അല്ല, ഇത് ഈക്വലി ബാലൻസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ലൈക്ക് ഒന്ന് വിട്ടൊന്ന് അങ്ങനെയല്ല. അങ്ങനെ എനിക്കത് പലരും അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, ആക്ടിങ്ങിന്റെ കൂടെ തന്നെ പുതിയൊരു എനിക്ക് ബിസിനസ് എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തുടങ്ങുന്നോ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലൈക്ക് ഐ ഹാഡ് ദറ്റ് സപ്പോർട്ട് ഫ്രം അച്ഛനൊക്കെ. അച്ഛൻ്റെ ചെറുപ്പം തൊട്ടേ ബിസിനസ്സിൽ ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി എന്തായാലും ഉണ്ട്. അപ്പോൾ ആ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് മേ ബി ബിസിനസ്സിലോട്ട് വന്നത്. ആക്ച്വലി എനിക്ക് പഠിച്ചു വരുന്നെങ്കിലും ചെയ്യണമെന്നായിരുന്നു. എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ പഠിച്ചതോ സോഷ്യോളജി. അപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാത്താണല്ലേ? അതെ, അത് കൂടുതൽ സോഷ്യൽ വർക്കും അങ്ങനെയൊക്കെയാണ്. ആളുകൾക്കൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അതായത് നമ്മൾ കുറേ ഒരു സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മളൊരു ബിസിനസ് സൈഡിലൂടെ സ്റ്റാർട്ട് ചെയ്യുക, അത് റൺ ചെയ്യുക, ലൈക്ക് ഒരു കാം ലൈഫ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ബി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കല്ല, ഒരു സൈഡിൽ കൂടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാം ലൈഫ് ചൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു ഈ ഒരു ബിസിനസ്? കാം ലൈഫ് ലൈറ്റ് ഈസ് ബീങ് ഫ്യൂച്ചറിസ്റ്റിക്. ഓഫ് കോഴ്സ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇതുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഡോർ ഓപ്പൺ ആയി കിട്ടും നമുക്ക്. ഇപ്പോൾ പാഷൻ മാത്രം പോരല്ലോ, നമ്മൾ എക്കണോമിയും കൂടെ നോക്കണമല്ലോ, ഫൈനാൻസും കൂടെ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇതൊന്നും ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്തൊന്നുമല്ല. ഇപ്പോൾ പ്ലാൻ ബി അല്ലെങ്കിൽ കാം ലൈഫ് ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ നോക്കും. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്കും അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈ ഫൈനാൻസിന് കുറച്ചുകൂടി ഒരു സോഴ്സ്, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു സോഴ്സ് കിട്ടിയെന്ന്. സോ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യലി കുറച്ചുകൂടി. അത് പലർക്കുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ രീതിയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിച്ചത്. അത് ഏത് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഫ്ലോയിൽ ഇതെല്ലാം കറക്റ്റ് സമയത്ത് കറക്റ്റ് അലൈനായി വന്നു. അങ്ങനെയാണ്.
സിനിമയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പുതിയ തീരങ്ങളിലേക്ക് ആ ഒരു സമയം ഉണ്ടായല്ലോ. പുതിയ തീരങ്ങളിൽ എനിക്ക് തോന്നുന്നു സത്യൻ അന്തിക്കാട് സാറിന്റെ കൂടെ ആണ്, അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലാണല്ലോ പടം പോലെ. അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമയിൽ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. ആ സമയത്ത് എന്താണ് സ്കിന്ന് ആ ഒരു, അതായത് കടൽ തീരത്ത് താമസിക്കുന്ന മനുഷ്യരാണ്, അപ്പോൾ ആ ഒരു സ്കിൻ കളർ ആവാൻ വേണ്ടി ഈ സീഡ് അടുത്തായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമയം എന്നുള്ളൊരു, അതൊരു റൂമറാണോ അതൊരു ശരിക്കുള്ളൊരു? അല്ല, അത് ശരിക്കുള്ളത്. എനിക്ക് ആ ക്യാരക്ടർ കൂടുതൽ ഭയങ്കര റോ ആയിരുന്നു. കടപ്പുറത്തെ സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു, മീൻ പിടിക്കാൻ പോകുന്ന ഒരു സാധാരണ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടി. അപ്പം എൻ്റെ അന്നത്തെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കിൻ ടോൺ അല്ലായിരുന്നു അവർ ആ ക്യാരക്ടറിന് കൊടുത്തിരുന്ന, മീൻ ജനറലൈസ് ചെയ്യുന്നല്ല, ആ ക്യാരക്ടറിന് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു സ്കിൻ ടോണും കാര്യങ്ങളും ആയിരുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് ആ സമയത്ത് ഞാൻ ഐബ്രോസ് ഒക്കെ പ്ലക്ക് ചെയ്ത് തുടങ്ങിയ സമയമായിരുന്നു. ഇനി ഐബ്രോസ് ഒന്നും പ്ലക്ക് ചെയ്യേണ്ട, സ്കൂളിലൊക്കെ നന്നായിട്ട്, അപ്പം സ്കൂളിൽ പഠിക്കുക, PT പീരീഡ് ഒക്കെ പോയി നന്നായിട്ട് വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ടാനായി. പിന്നെ ഞാൻ കുറച്ച് ടാനായി വന്നു, ലൊക്കേഷനിലെത്തി, ബീച്ചിലായതുകൊണ്ട് ഒരു വിത്തിൻ ഒരു 5 to 10 daysനുള്ളിൽ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ടാനായി. മേക്കപ്പ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല, മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതിലെനിക്കൊന്ന് ആദ്യത്തെ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം അവരൊന്ന് എൻ്റെ സ്കിൻ ടോൺ കുറച്ചുകൂടി ഒന്ന് ഡൗൺ ആക്കി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡൗൺ ആക്കേണ്ടി വന്നില്ല, ഓൾറെഡി ഭയങ്കര ടാൻ ആയതാണ്. അപ്പം വളരെ കുറച്ചു പേർക്കൊക്കെ കിട്ടുന്ന ഒരു സൗഭാഗ്യങ്ങളിലൊന്നാണ് സത്യൻ അന്തിക്കാടിന്റെ. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഈ ഫീമെയിൽ ഒരു നായിക കഥാപാത്രങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നായികയ്ക്ക് വേണ്ടി ഒരു സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം ക്രിയേറ്റ് ചെയ്യാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബേസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, അതിന് ബേസ് ഉണ്ടായിരിക്കും ആ ക്യാരക്ടറിന്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് സത്യൻ അന്തിക്കാട് ഫിലിമുകളിൽ. അങ്ങനെ ഒരു എന്താണ് ആ ഒരു സമയത്താണ് നമിതയ്ക്ക് എന്താണ് ഏകദേശം ഒരു തുടക്കക്കാരി എന്നുള്ളൊരു സമയത്ത് തന്നെ ആ ഒരു സിനിമ കിട്ടുന്നത്. അപ്പം സത്യൻ അന്തിക്കാട് സാറുമായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലുള്ള ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് സത്യനങ്ങളുടെ അടുത്ത്. കാരണം ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമ, ഞാൻ ചെറുപ്പത്തിൽ സീരിയലിന് വന്ന ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക് എടുത്തു, ഒരുപാട് വർഷം അക്കാഡമിക്സ് മാത്രം നോക്കിയിരിക്കുമായിരുന്നു. ആ സമയത്ത് ട്രാഫിക് അതിന് മുന്നേ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ആൻഡ്രൂ ജോസഫ് ആൻഡ്രോങ്കിൾ വഴി സത്യനങ്ങളുടെ സിനിമയിലേക്ക് വിളിച്ചത്. പക്ഷേ എനിക്ക് മുൻപ് ഒരു തമിഴ് സിനിമ ചെയ്തിരുന്നു. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ 7th എന്തോ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാർഡ്ലി ഒരു 5 days എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ വർക്കായില്ല, ഒന്നും വർക്കായില്ല. പിന്നെ എൻ്റെ മൈൻഡിലുള്ള സംഭവമേ അല്ലായിരുന്നു. പിന്നെ അവർ വേറെ രീതിയിൽ ബ്രേക്കായിട്ട് വീണ്ടും തുടങ്ങാൻ നോക്കി, അപ്പോൾ കഥ മൊത്തം മാറ്റി. പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ അവർ കഥ എന്തൊക്കെയോ ആക്കി. ഫസ്റ്റ് ഹാഫ് ഞാൻ ചെയ്തൊരു 5-6 ദിവസത്തെ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആക്കി, പിന്നെ സെക്കൻഡ് ഹാഫ് ആക്കി, അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. ആക്ച്വലി ഞാൻ കേട്ടിട്ടുള്ള പ്രോജക്റ്റ് അല്ല അത്. പ്രോജക്റ്റ് ഡ്രോപ്പ് ആയി. ഞാൻ ഒരു മാക്സിമം ഒരു 6 ദിവസത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആയി. പ്രൊഡക്ഷൻ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ട് അത് പാലിക്കും മുഴുവൻ രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെ അതിൽ കയറിയിരുന്നെങ്കിൽ ഒരു ഇല്ല, വരില്ലായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചു അത് നടന്നില്ല മര്യാദയ്ക്കൊന്നും. അത് കഴിഞ്ഞിട്ടാണ് ട്രാഫിക് വന്നത്. ട്രാഫിക് അതിൻ്റെ ഇടയ്ക്കും കുറേ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 ഫോട്ടോഷൂട്ട്സ് ഈ ഫിലിമിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല പ്രോപ്പറായിട്ട്. ഫിലിമിൻ്റെ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലുക്ക് ടെസ്റ്റ് പോലെ. പക്ഷെ ആ പടങ്ങളൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അക്കാഡമിക്സ് മാത്രം നോക്കി, അങ്ങനെ കവർ പേജസ് ഒക്കെ ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ട്രാഫിക്കിന് ശേഷം സത്യനങ്ങളുടെ സിനിമ ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ഹിം. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു റോള് തന്നതിന്. അവരെന്നെ മറ്റേ കുഞ്ഞു കുട്ടീനെ കൊണ്ടു നടക്കുന്ന പോലെ ആ ലൊക്കേഷനിൽ എല്ലാവരും കൊണ്ട് വഴക്കൊക്കെ പറയും, ശാസിക്കും, ലാളിക്കും എല്ലാവരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഭയങ്കര സിസ്റ്റേർലി അങ്ങനത്തെ ഒരു ഫിഗറായിരുന്നു. അത് നല്ല രസമായിരുന്നു. നിവിൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു തട്ടത്തിൻ മറയത്ത് ആ ലൊക്കേഷനിൽ എന്തോ വെച്ചിട്ടാണ് റിലീസ് ചെയ്തത്. റിലീസായ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ആ എക്സൈറ്റ്മെന്റ് ഒക്കെ ആ പുള്ളിയുടെ ഗ്രോത്തും കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പോൾ ജനറലി നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന ഒരു മാസ്റ്ററുടെ അണ്ടറിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. പക്ഷെ സത്യനങ്ങൾ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഉള്ളൊരു പേടിയുണ്ടല്ലോ, ഔട്ട് ഓഫ് ആ ബഹുമാനം തോന്നുന്ന ഒരു പേടി, അത് സത്യനങ്ങളിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ആ ഒരു പ്രോജക്റ്റ് കഴിയുന്നിടം വരെയും ഉണ്ടായിരുന്നു? കുറച്ച് കഴിഞ്ഞപ്പോ അതങ്ങ് പോയി.
കാരണം സത്യനങ്ങളുടെ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ തന്നെ എത്രയോ വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ ഓൾറെഡി ഭയങ്കര ഒരു ഹോംലി ആ ഒരു കണക്ഷൻ അവർക്കിടയിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ തോന്നിപ്പിക്കില്ല, ഈസി ആയിട്ട് അങ്ങ് ജെല്ലായി പോകാൻ പറ്റി. ഇൻഫാക്ട് എല്ലാവരും പറയും, സത്യനങ്ങൾ തന്നെ പറയും എൻ്റെ അച്ഛനെയും സത്യനങ്ങളുടെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ആയിരിക്കുന്നത്. ഓക്കെ, കാരണം എനിക്കൊന്ന് അവരുടെ ഡ്രസ്സിങ്ങും സ്റ്റൈലും മൊത്തത്തിൽ ഈ ലിനൻ അങ്ങനത്തെ ഇതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയായിരുന്നു. ആ സിനിമയിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നിവിനുമായിട്ടുള്ളൊരു ഇതുള്ള, എനിക്ക് നിവിൻ അതിന് ശേഷവും എനിക്ക് ഇന്ററാക്ഷൻ സീൻസ് ഇല്ലെങ്കിലും വിക്രമാദിത്യനിലൊക്കെ പിന്നെയും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നിവിനുമായിട്ടുള്ള ആ ഒരു അഭിനയിച്ചിട്ടുള്ള ആ ഒരു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കൊന്നു നിവിൻ ചേട്ടൻ ആ സമയത്ത് ഒരു ന്യൂ കമ്മർ തുടങ്ങിയ ഒരു ഇതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കഥ കേൾക്കുന്ന സമയത്ത് നിവിൻ ചേട്ടൻ അവിടെ പാമ്പോലെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളൊരു ആളാണ് അന്നോട്ടെ. അപ്പൊ എനിക്കും അന്ന് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ ഡയലോഗ്സ് ഞാൻ പൊതുവേ സംസാരിക്കുന്ന കുറച്ച് സ്പീഡിലാണ്, ഇങ്ങനെ സംസാരിച്ചു പോണേ. അപ്പോൾ സ്പീഡ് കുറയ്ക്കുക, കുറച്ച് സ്പീഡിൽ പറഞ്ഞാൽ മതി, കുറച്ച് സ്പീഡിൽ പറഞ്ഞാൽ മതി. പിന്നെ ഡയലോഗ്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം പുള്ളിയും പുതിയ ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡയലോഗ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേണുങ്ങളുണ്ടായിരുന്നു, നെടുമുടി വേണുങ്ങളാണ് ശരിക്കും നമ്മളൊക്കെ ഭയങ്കര അഭിനയത്തിൽ ഹെൽപ്പ് ചെയ്തത്. വേണുങ്ങൾ ഇരുന്ന് കഥ പറയുമായിരുന്നു നമ്മളുടെ അടുത്ത്. അപ്പൊ എൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് എന്നെ വിളിക്കുമായിരുന്നു. എൻ്റെ സിസ്റ്ററായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു റാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സിദ്ധുവേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സിദ്ധുവേട്ടനോട്, ഞാൻ അന്ന് സിദ്ധുവേട്ടനായിട്ട് അധികം കമ്പനി അല്ലായിരുന്നു. എന്തോ ഒരു റാപ്പോ ഞങ്ങൾക്ക് ഒരിക്കലും സെറ്റ് ആവില്ലായിരുന്നു. വഴക്കൊന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ ഫ്രണ്ട്ലി ആയിരുന്നില്ല. ഒരുപാട് സംസാരിക്കും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര കമ്പനി ആയിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ആടെന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ വന്ന അദ്ദേഹമാണ്. അപ്പോ പിന്നെ സിദ്ധുവേട്ടനായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പൊ അങ്ങനെ കുറെ നല്ല നല്ല മെമ്മറീസ് ഉള്ള സിനിമയാണ് പുതിയ തീരം. അതെ, ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ? എല്ലാവരുമായിട്ട് കോണ്ടാക്ട്സ്. അത് കഴിയുമ്പോൾ എനിക്കൊന്ന് നമിതയുടെ ഒരു നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിച്ചതും ഏറ്റവും നല്ല കോംബോ നമ്മൾ ആലോചിക്കുന്ന സമയത്തും ഏറ്റവും നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്നത് വിക്രമാദിത്യ സിനിമയിലാണ്. എനിക്കത് ആ സിനിമയ്ക്ക് ആ ക്യാരക്ടറിന് പിന്നീട് ട്രോളുകളൊക്കെ ചെറുതായിട്ട്, പിന്നെ ചെറിയ രീതിയിലൊക്കെ രസകരമായുള്ള ട്രോളുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ, കാരണം ഉണ്ണി മുകുന്ദനും ദുൽഖർ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 2 പേരുടെയും അടുത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾ, അങ്ങനെ കുറേ ചെറിയ ട്രോളുകളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഭംഗിയുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഈവൻ അതിൻ്റെ അകത്ത് കോസ്റ്റ്യൂമുകൾ പോലും എനിക്ക് തോന്നുന്നു ആ ഒരു വിക്രമാദിത്യൻ ചുരിദാർ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു ഇതായിരുന്നു. അപ്പം ദുൽഖറുമായിട്ടുള്ള ആ ഒരു എനിക്ക് നല്ല ഭംഗിയായിരുന്നു നിങ്ങളുടെ ആ ഒരു, ഇപ്പം മഴനിലാക്കുളിരുമായി ആ പാട്ടിലൊക്കെ നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. സോ ദുൽഖറുമായിട്ടുള്ള ആ ഒരു എന്താണ് ആ കെമിസ്ട്രി ഒക്കെ വർക്ക് ആവാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ അത് ലാലുങ്കള് തന്നെയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ലാലുങ്കള് സോങ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് മേ ബി സോങ്സിന്റെ ഒക്കെ ഇന്റൻസിറ്റിയും സോങ് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളില്, ലാലുങ്കളുടെ സിനിമകളിലെ സോങ്സ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ സോങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വെറുതെ പറഞ്ഞു തരുള്ളൂ, ഇതാണ് ഇവിടെയാണ്, ഇവിടെ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ, എനിക്ക് കെമിസ്ട്രി വേണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനും ദുൽഖറും ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തൊരു സോങ് ആണ്. പക്ഷെ എഡിറ്റും ഫൈനൽ ഔട്ട്പുട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ദുൽഖർ ഇസ് വെരി സ്വീറ്റ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ എനിക്ക് ഏറ്റവും ക്യാരക്ടർ വൈസ് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഒരു ആക്ടർ ആൻഡ് ഫ്രണ്ടാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ദുൽഖർ. എനിക്കൊന്നും ഒട്ടും ചേഞ്ച് ആവാത്ത, അന്നുള്ളത് പോലെ തന്നെ ഇന്നും ബിഹേവ് ചെയ്യുന്ന ആ ഒരു ഓറയൊന്നും എഫക്റ്റ് ചെയ്യാത്തൊരു പേഴ്സണാണ്. ഓക്കെ, ഈ ലാൽ ജോസ് സാറിന്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, വിക്രമാദിത്യന്റെ സെറ്റിന്റെ സമയത്ത് ഒരു ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ പുള്ളി ഭയങ്കര ഒരു, എനിക്കൊന്നും ഒരു ഫാദർലി ഫിഗർ ആണ് നമിതയ്ക്ക്. ആ ഒരു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ലാലുങ്കളായിരിക്കും സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളതും വഴക്ക് പറഞ്ഞിട്ടുള്ളതും ഒക്കെ. കാരണം ലാലുങ്കള് എനിക്ക് അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ എനിക്ക് ഭയങ്കര, എൻ്റെ ഫാമിലി ആയിട്ട് ക്ലോസ് ആണ്. അപ്പൊ എനിക്ക് ആ ഒരു ലാലുങ്കൾ എൻ്റെ അടുത്ത് ആ ഒരു ഫ്രീഡം ഉണ്ട്. എനിക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരാളാണ് ലാലുങ്കൾ.
അപ്പോൾ ആ സമയത്ത് വഴക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ സമയത്തൊന്നും കെയർ ചെയ്യാതെ സിനിമ ആണെങ്കിൽ പോയി അഭിനയിക്കുക, അഭിനയിക്കുക, തിരിച്ചു വരിക, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആ സമയത്ത് ഭയങ്കര ക്യാരക്ടറിലോട്ട് മെത്തേഡ് ആക്ടിങ്ങോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്തതൊന്നുമല്ല ആ സിനിമകളൊന്നും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കോൺസെൻട്രേഷനൊക്കെ പോവുകയാണെങ്കിൽ പറയുന്നത് നീ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലോട്ട് നോക്ക്. അപ്പം എന്തെങ്കിലും സങ്കടമുള്ള സീനൊക്കെ ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ആദ്യം അപ്പം ഞാൻ കളിച്ചിരിച്ച് എല്ലായിടത്തും സംസാരിച്ച പുള്ളിയും ലാലുവങ്ങളായിരുന്നു. കളിച്ചിരിച്ച് നടക്കുകയാണെങ്കിൽ ലാലുവങ്ങൾ പറയും കളിച്ചിരിച്ച് നടക്കരുത്, ഇത് ആ ക്യാരക്ടർ ഇത് മനസ്സിലാക്കി ഇതിങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പം എനിക്ക് ആ ഒരു പുള്ളിയുടെ കുട്ടൻസ് മനസ്സിലായി, നാക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്തെങ്കിലും മരിച്ച സീനൊക്കെ അഭിനയിക്കണമെങ്കിൽ പിന്നെ ആരടുത്തും മിണ്ടില്ല, ചുമ്മാ അഭിനയം, ആരടുത്തും മിണ്ടില്ല, മിണ്ടാതൊക്കെ സൈഡിലൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സൈഡിലൊക്കെ മിണ്ടാതിരുന്നു, ക്യാരക്ടറിലേക്ക് ആവുന്ന പോലെയൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോൾ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു 2 സിനിമയും. വിക്രമാദിത്യനും പുള്ളിപ്പുലിയുടെ പാട്ടിൻകുട്ടിയും ഞങ്ങൾ കൈനഗരിയിലായിരുന്നു ഷൂട്ട് ചെയ്തത്, ആലപ്പുഴ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ മുട്ടിൻ്റെ അതുവരെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്തും. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മോശം വെള്ളമൊക്കെ ഉണ്ടായി. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയുള്ള സമയമായിരുന്നു, ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും, പക്ഷേ ലൊക്കേഷനിൽ എല്ലാവരും അതുപോലെ ഒരുപോലെ നിന്ന് ജോജു ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, ഒരുപോലെ നിന്ന് ഭയങ്കര ഒരു ടീം വർക്കായിട്ട് ചെയ്ത സിനിമയാണ്. എനിക്ക് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ളത്, ഭയങ്കര രസമുള്ള പാട്ടാണ്. വിഷ്വലിയും ആ പാട്ടുകളും ഭയങ്കര രസമാണല്ലോ. ഈവൻ ചാക്കോച്ചന്റെ തന്നെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇന്നേ വരെ കാണാത്തൊരു ലുക്കാണല്ലോ. അതെ, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ മുടിക്കൊക്കെ എന്താ പറ്റിയ. അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇതിനായിട്ട് ഇപ്പം പഴയ സിനിമകൾ അനിയത്തിപ്രാവ് മുതലുള്ള സിനിമകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ചോക്ലേറ്റ് ബോയ് ആയിട്ട് മോസ്റ്റ്ലി സിനിമകളിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പുള്ളിപ്പുലിയിൽ നമ്മൾ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് മൊത്തത്തിൽ മാറ്റിയല്ലോ. എനിക്കൊന്നോ നല്ലൊരു ഹിറ്റ് ഫിലിം ആയിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു പുള്ളിപ്പുലിയിലെ മാട്ടിമുട്ടി. അതെ അതെ, ആ അപ്പിയറൻസും ഇതൊക്കെ അതിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിമിർ സിനിമ, അതായത് മഹേഷിന്റെ പ്രതികാരത്തിന്റെ തമിഴാണല്ലോ. അതേപോലെ തന്നെ ഉദയനിധി സ്റ്റാലിനുമായിട്ടും ഉള്ളൊരു പടം കൂടിയാണ്. ഹൗ വാസ് ഉദയനിധി? ഉദയ് സർ വാസ് ലൈക്ക് വെരി വെരി സ്വീറ്റ് പേഴ്സൺ. ഓക്കെ, ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആണ്, ഭയങ്കര പാവം ആളാണ്, ഭയങ്കര പാവം ആളാണ്. പക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മെയിൻ ആളാണ്. പക്ഷെ വെരി സ്വീറ്റ്, വെരി നൈസ് പേഴ്സൺ. ഓക്കെ, ഭയങ്കര നല്ല ആളാണ്. വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെയാ, പേഴ്സണലി ഒക്കെ അങ്ങനെയായിരുന്നു. കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള ഒരാളായിരുന്നു ഉദയ് സാറോ? ഉദയ് സാറിനെ നമ്മളെല്ലാരും കംഫർട്ടബിൾ ആക്കിയായിരുന്നു. കാരണം ഉദയ് സാർ ഇസ് എ വെരി ഷൈ പേഴ്സൺ, ഭയങ്കര ഒരു പാവം ആളാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത്, സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പ്രിയൻ സാറ്, കാരണം എനിക്കും ഉദയ് സാറിനൊക്കെ പ്രിയൻ സാറിന് അത്യാവശ്യം പേടിയായിരുന്നു. കാരണം പ്രിയൻ സാർ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണല്ലോ. പക്ഷെ അദ്ദേഹം നമ്മൾ അത്രയും കംഫർട്ടബിൾ ആക്കി. പ്രിയൻ സാർ എനിക്ക് എൻ്റെ അടുത്ത് ആ സമയത്ത് പറയായിരുന്നു, ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. ചുമ്മാ വിളിച്ചിട്ട് നീ എന്താ കല്യാണം കഴിക്കാത്തത്, നീ എന്താ കല്യാണം കഴിക്കാത്ത, എപ്പോഴാണ് നീ കല്യാണം കഴിക്കണം, ഇങ്ങനെയൊക്കെ ചോദിക്കും. കുറെ സിനിമകളെ പറ്റിയൊക്കെ സംസാരിച്ചു. ഓൺ സ്ക്രീനിലുള്ള നമിതയെ പറ്റി നമ്മൾ സംസാരിച്ചു, ഓഫ് സ്ക്രീനിലുള്ള ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക്. കാരണം നമ്മൾ എപ്പോഴും പറയും, നമ്മളെല്ലാ സ്റ്റാർസിനെ നമുക്ക് എപ്പോഴും ഓൺ സ്ക്രീനിൽ നമുക്ക് അവരെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാമെങ്കിലും ഓഫ് സ്ക്രീനിലുള്ള അവരുടെ ലൈഫ് അത് അറിയാൻ എപ്പോഴും ഒരു നമുക്കൊരു ഒരു സന്തോഷമുള്ള കാര്യമാണ് അവരെ കുറിച്ച്. അപ്പോൾ ഓഫ് സ്ക്രീനിൽ എനിക്ക് കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ്, ഞാൻ പറയുന്നത് കറക്റ്റാണോ ഞാൻ തിരുത്താം, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും കൂടുതലും ഫാമിലി, അച്ഛൻ, ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അച്ഛൻ, എനിക്ക് തോന്നുന്നു അല്ല, അത് അച്ഛൻ ബിസിനസ് പാർട്ട്ണറും കൂടി ആയതുകൊണ്ടാണ്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യുന്ന, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് കുറവാണ്, ബേസിക്കലി ഫ്രണ്ട്സ് കുറവാണ്. എനിക്ക് എൻ്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്തോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന. ഞാൻ അങ്ങനെ പാർട്ടീസിന് ഒരുപാട് അങ്ങനെ പോയി, അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാക്കി, ഹൗസ് പാർട്ടീസ്
പിന്നെ ഫ്രണ്ട്സിനെ ഇനിഷ്യേറ്റ് ചെയ്ത് കോൺവെർസേഷൻസ് തുടങ്ങി മീറ്റ് ചെയ്ത് അങ്ങനെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ സർക്കിളും കുറഞ്ഞു വരുന്നു. ഞാൻ കൂടുതൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യും. അതുപോലെ എനിക്ക് എൻ്റെ കുറച്ച് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, ഞാൻ ട്രാവൽ ചെയ്യും. പിന്നെ ബിസിനസ്സും ഇതും. ഈ ബിസിനസ് ഐഡിയ ആദ്യമായിട്ട് ഫാമിലിയിലേക്ക് വെക്കുന്നത് നമിതയാണോ? കഫേയുടെ യെസ്. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു റിയാക്ഷൻസ്? അല്ല, അച്ഛന് സന്തോഷങ്ങളും ഞങ്ങളുടെ പാർട്ട്ണറാണ്. സന്തോഷങ്ങളും എന്തെങ്കിലും തുടങ്ങണം, അവർക്ക് വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ഐഡിയ ആയിരുന്നു. അത് രസമുള്ള ഐഡിയ, പറയുന്നില്ല, അത് രസമുള്ള ഐഡിയ ആയിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ചാൻസസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു, സമ്മർ ടൗണിൻ്റെ ഐഡിയ പറഞ്ഞു. അപ്പോൾ അവർക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നി. എന്നിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് മൂവ് ചെയ്ത് ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് പനമ്പള്ളി നഗർ. അതെ, പനമ്പള്ളി നഗറിലെ കഫേസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പനമ്പള്ളി നഗറിൽ തുടങ്ങാന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര, കാരണം എക്കണോമിയും അതുപോലെ ഡിവൈഡ് ചെയ്ത് പോവാണ്. ലൈക്ക് ഇറ്റ് ഇസ് ഓൾ സാച്ചുറേറ്റഡ്. പക്ഷെ നമ്മൾ ലക്ഷൂറിയസ് സ്ഥലമാണല്ലോ, ലക്ഷറിയസ് സ്ഥലമാണ്. പക്ഷെ അതുപോലെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ തുടങ്ങുന്നുണ്ട്, ഇഷ്ടംപോലെ അടച്ചു പോകുന്നുണ്ട്. അത് രണ്ടും നടക്കുന്നുണ്ട്. പക്ഷേ ടച്ച് വുഡ്, നമ്മളൊരു കറക്റ്റ് ടീം നമ്മൾ ഉണ്ടാക്കി, ഒരു SOP ഉണ്ടാക്കി, നമ്മൾ ആ ടീം ഇതനുസരിച്ച് പോയി. ആൻഡ് വി കുഡ് സസ്റ്റെയിൻ, കുഴപ്പമില്ലാണ്ട് സക്സസ്ഫുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, ദൈവം സഹായിച്ച്. അത് ഡെഫിനറ്റ്ലി അത് നമ്മുടെ ടീമിനുള്ള ക്രെഡിറ്റ്സ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ എഫേർട്ടല്ല, ഒരിക്കലും ഒരാളുടെ എഫേർട്ടില്ല. നമ്മുടെ ഫ്രണ്ട് ഡെസ്ക് ഉണ്ട്, കിച്ചൺ ഉണ്ട്, മാനേജ്മെന്റ്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കറക്റ്റ് കോർഡിനേഷൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ ഈ ബിസിനസ് ഐഡിയ കൊണ്ടുവന്നു. സ്ട്രഗിളാണ്, നല്ല സ്ട്രഗിളാണ്. കാരണം എല്ലാവരും പുറത്തുനിന്ന് കാണുമ്പോൾ കഫേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്, കുറച്ചുകൂടെ ഫാൻസിയാണ് നമ്മുടെ മൈൻഡിൽ. നല്ല അറ്റ്മോസ്ഫിയർ, ഫുഡ്, ചിൽ ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ്. എനിക്ക് തോന്നുന്നു എല്ലാ ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കഫേസും റെസ്റ്റോറൻറ്റ്സും റൺ ചെയ്യാൻ ഭയങ്കര പാടാണ്. സമ്മൺ ഷുഡ് ബി ഹിയർ, ഫുൾ ഓൺ ഒരാളുണ്ടായിരിക്കണം. അതുപോലെ ടീം ഓർഗനൈസ് ചെയ്ത് നമ്മൾ എടുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നല്ല ഹാർഡ് വർക്ക് വേണ്ട പരിപാടിയാണ്. ഒരുപാട് ക്രിറ്റിസിസംസ് നമ്മൾ കേൾക്കും, പക്ഷെ നമ്മളത് ടാക്കിൾ ചെയ്യാൻ നോക്കണം. എപ്പോഴും നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഭയങ്കര സ്റ്റബേൺ ആയിട്ട് ഇരിക്കാൻ പാടില്ല. എന്താണ് അവർ പറയുന്ന ഇഷ്യൂസ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് ടാക്കിൾ ചെയ്യാൻ നോക്കും കൂടെ വേണം. ഓക്കെ, ഒരു ദിസ് ഓർ ദാറ്റ് എന്നുള്ളൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? ഒരിടെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ വളരെ ക്ലീഷാണ്. ബട്ട് വാട്ട് വുഡ് യു പ്രിഫർ? ലൈക്ക് ഒരു ആക്ടർ നമിതയായിരിക്കും, ഒരു ബിസിനസ് പേഴ്സൺ നമിതയായിരിക്കും? ബോത്ത് എന്ന് പറയുന്നത് ലൈക്ക് യു? അല്ല, എനിക്ക് ആക്ച്വലി ബോത്ത് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം സിനിമ ഞാൻ ഇഷ്ടംപോലെ കഥ കേൾക്കുന്നുണ്ട്, ഇഷ്ടംപോലെ സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനിനി ഇപ്പോൾ ചവറ പോലെ സിനിമ ചെയ്യേണ്ട ഒരു പടപടപടപടയുന്ന സിനിമ ചെയ്യേണ്ട ഒരു ഫേസ് കഴിഞ്ഞു. കുറച്ചും കൂടെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യേണ്ട സമയമാണ് ഇനി എനിക്കുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു സമയം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിസിനസ്സും എനിക്ക് ഭയങ്കര ഹൈ തരുന്നൊരു സംഭവമാണ്. ഒരെണ്ണം ഡംപ് ചെയ്തിട്ട് പറയാനല്ല പറഞ്ഞത് നമ്മള്, ഒരു എന്നാലും നമുക്കൊരു സത്യം അത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് രണ്ടും തരുന്നുണ്ട്. സിനിമ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അങ്ങനെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലെ പ്രോസസ്സ് ഒരുപാട് ആലോചിക്കുന്ന ആളല്ല. എനിക്കൊരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഞാൻ ചിന്തിക്കുന്ന കുറവായിരിക്കും. ഞാൻ ഒരു ആക്ടർ, ഇമോഷൻ, അങ്ങനത്തെ ആസ്പെക്റ്റിലാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞാൽ മേ ബി എൻ്റെ 24/7 എൻ്റെ തലയിൽ അത് ഓടിക്കൊണ്ടേയിരിക്കും. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും ഇത് ആലോചിച്ചുകൊണ്ട് എഴുന്നേൽക്കും. അത് തരുന്ന കിക്ക് വേറെയാ. സ്ട്രഗിളും കാര്യങ്ങളും തരുന്ന കിക്കും. അപ്പോൾ എനിക്ക് അറിയില്ല പറഞ്ഞു. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഫൈൻ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അത് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ ലൈക്ക് ഞാൻ കുറേ തപ്പിയിട്ട് ലൈക്ക് അതിൽ കൊളാബ് ചെയ്തിട്ടുണ്ട്. ബട്ട്
നമ്മുടെ പ്രൊഫൈലിൽ ആ ബയോയിൽ കണ്ടില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ആരെങ്കിലും ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ ഫിലോസഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ, ലൈഫിൽ പഠിച്ച കാര്യങ്ങൾ, ഒരു വ്ളോഗിങ് ആ ഒരു സ്ഥലത്തേക്ക് കൂടി നീങ്ങുന്നതായിട്ട് കണ്ടിട്ട്. അപ്പോൾ ഈ വ്ളോഗിങ്ങിനോട് എങ്ങനെയാണ് താല്പര്യമുള്ളത്? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ആക്ച്വലി ഒരു ദിവസം, ഞാൻ യൂഷ്വലി ഒരു 11-11:30 ആകുമ്പോൾ ഉറങ്ങുന്ന ആളാണ്. ഒരു പ്രാവശ്യം ഞാൻ 11:30 എനിക്ക് ഉറക്കമൊന്നും വരാതെ ഞാനിങ്ങനെ എന്തെങ്കിലും ബുക്സ് വായിക്കും. കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കര വൊറേഷ്യസ് റീഡൊന്നും അല്ല, പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും. ഉറങ്ങാൻ വേണ്ടി വായിക്കും. അങ്ങനെ ഞാൻ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, അങ്ങനെ ഒരു പേജ് സ്പെസിഫിക്കലി ഇത് കൂടുതലും നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജും കാര്യങ്ങളും. കൂടുതൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേജ്, അങ്ങനത്തെ ഒരു ഐഡിയ എങ്ങനെ ഉണ്ടാവും. എന്നിട്ട് എനിക്ക് ആക്ച്വലി കട്ടൻ വിത്ത് നമി എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻഫോർമൽ, ഭയങ്കര ഫോർമൽ അല്ലാത്ത ഇൻഫോർമൽ കോൺവെർസേഷൻ. നമ്മളൊരു കട്ടൻ ചായ ആയിട്ട് ഒരാളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന എന്ന് പറയും, നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എൻ്റെ കുറച്ച് ഐഡിയാസ് എന്തുകൊണ്ട് ഇട്ടുകൂടാ. അങ്ങനെ ഞാൻ ചുമ്മാ ഒരു കോട്ട് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു, ഇറ്റ് ഈസ് വെരി റിലേറ്റബിൾ, ഭയങ്കര രസമുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതിന് വീഡിയോ വേർഷനിലാക്കിയിട്ട് ഈ റൈറ്റപ്പ് അതിലൊരു ഇത് പോകുന്ന പോലെ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ടെക്നിക്കൽ ടേം ഒന്നും അറിയില്ല അതിൻ്റെ, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, രസമായിരിക്കും. അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, എനിക്കിത് ഭയങ്കര റിലേറ്റബിൾ ആണ്, യു ആർ ഹീലിംഗ് സംതിങ് യു ഡിഡ്ന്റ് ബ്രേക്ക് എന്ന്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ യൂഷ്വലി ഇൻ്റർവ്യൂസിലും നമ്മൾ പറഞ്ഞു പോവാത്ത കുറേ ടോപ്പിക്സും ഡിസ്കഷൻസ് ആണ് അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസിൽ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് അതിൽ ഞാൻ മേക്കപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാനൊക്കെ എപ്പോഴും കേൾക്കുന്നതാ. ഞാൻ എൻ്റെ സിസ്റ്ററൊക്കെ എപ്പോഴും കേൾക്കുന്ന, ചെറുപ്പം തൊട്ടേ കേൾക്കും. ഇപ്പോഴാണ് എനിക്ക് അത് കുറഞ്ഞത്. ചെറുപ്പത്തിലൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യമായിരുന്നു, പെമ്പിള്ളാർ ഇച്ചിരി മേക്കപ്പ് ഇട്ടാലും ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടിട്ട് പുറത്തിറങ്ങിയാലും പുട്ടി അടിച്ചിട്ടുണ്ടല്ലോ, മുഖത്ത് നല്ല പുട്ടി ഉണ്ടല്ലോ എന്ന് പറയും. എനിക്ക് ഈ പുട്ടി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ പണ്ടോട്ട് ദേഷ്യം വരും. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഞാൻ വെറുതെ ആ വീഡിയോ എടുത്ത സമയത്ത് ആ സംഭവം അതുമായിട്ട് റിലേറ്റ് ചെയ്തു. അപ്പൊ അത് കുറെ പേർക്ക് റിലേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓഹോ എനിക്ക് മാത്രല്ല ഇത് കുറെ കിട്ടാൻ മതിയായിരിക്കും. ചിലപ്പോ അവർ പറയാം ഭയങ്കര പുട്ടിയാണ്, ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിരുന്നു. ഇപ്പൊ എനിക്ക് എങ്ങനെയാന്ന് അറിയില്ല. ഇപ്പൊ ആരും എൻ്റെ അടുത്ത് അങ്ങനത്തെ വർത്താനായിട്ടൊന്നും വരാറില്ല. പണ്ടൊക്കെ ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിരുന്നു. നമ്മുടെ ലിപ് കളർ റെഡ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ പ്രശ്നം പോലെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. റെഡ് ലിപ്സും അതും ഇതും മറ്റും സ്കൂളുകളിലൊക്കെ പോകുമ്പോഴും നമ്മൾ കൂടുതൽ ജഡ്ജ് ചെയ്യപ്പെടും. സെലിബ്രേഷൻസ് വരുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല. സ്കൂളിൽ അവിടെ ഒന്നുമില്ല. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് തന്നെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. ബിക്കോസ് ഐ ലവ് വെയറിങ് മേക്കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ഇടാൻ. വൈ നോട്ട് അല്ലേ? അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ. വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റീസിനെ പറ്റി നമിത പറയുകയുണ്ടായി. വിമൻസിനെ പറ്റി പറയുന്നുണ്ട്. എൻ്റെ മുന്നിലുണ്ടായിരുന്ന വിമൻസ് ആണ് എനിക്ക് പിന്നീട് പ്രചോദനമായത്, അല്ലെങ്കിൽ അവരാണ് എൻ്റെ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ മാറ്റിയത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി. ആ ഒരു തോട്ട് എങ്ങനെയാണ്, ലൈക്ക് റിയലൈസേഷൻ എങ്ങനെയാണ് വന്നത്? അയ്യോ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. ബോഡി ടൈപ്പിനെ കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഫേഷ്യൽ ഹെയറിന് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊന്നും ഇത് കോമൺ ആയിട്ട് നമ്മൾക്ക് കുറേ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഗ്രോയിങ് ഫേസ്. നമുക്ക് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയ മോശം അനുഭവമായിരിക്കാം, കോളേജിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളായിരിക്കും. ജനറലി ആളുകൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നമ്മളെ കാണുമ്പോൾ അയ്യോ മെലിഞ്ഞു പോയല്ലോ, അയ്യോ തടി വെച്ചല്ലോ, അയ്യോ ഡള്ളായി ഡാർക്കായി പോയല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോഴും എപ്പോഴും കേൾക്കുന്നത്. നമ്മുടെ ഒരു ഇതിൻ്റെ ഭാഗമായിരിക്കാം നമ്മുടെ ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ ഇൻസെക്യൂരിറ്റീസ് എനിക്കും ഉണ്ടായി. പക്ഷേ അങ്ങനത്തെ തോട്ട്സ് ഉള്ള കുറേ പേര് ഒരുമിച്ച് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതേ ഇൻസെക്യൂരിറ്റി ഉള്ളവരുണ്ട്. മാരീഡ് ആയിട്ടുള്ള ആളുകൾ ആഫ്റ്റർ പ്രഗ്നൻസി ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഇൻ ടേംസ് ഓഫ് ബോഡി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ഇമോഷണലി എനിക്കൊന്ന് ആഫ്റ്റർ പ്രഗ്നൻസി എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ബോഡിക്ക് വരുന്ന മാറ്റങ്ങളെക്കാട്ടി കൂടുതൽ ഇമോഷണലി ഭയങ്കര ഫ്രജൈലായിട്ടുള്ള സമയമാണ്. അപ്പോൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അവരെ എഫക്ട് ചെയ്തവരുണ്ടാവും. അത് ഒരു പ്രഗ്നൻസി ഡെലിവറി അതൊരു ഹ്യൂജ് പ്രോസസ് അല്ലേ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറമുള്ള ഒരു പ്രോസസ്സാണ് അതൊക്കെ. അപ്പോൾ ഇപ്പൊ പ്ലസ് സൈസ് ആയിട്ടുള്ളവരും മെലിഞ്ഞ് ഭയങ്കര ലീനായിട്ടുള്ള ഇതൊക്കെ പ്രശ്നമായിട്ട് പറയുന്ന
ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ ഈ ഗേൾസിൻ്റെ ബോഡി വിമൻ അറിയാലോ എന്തോരം ഹോർമോണൽ ചേഞ്ചസ് ആണ് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് മിക്കവർക്കും ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്ത് ദേ കെയിം എ പോയിന്റ് വെയറിൻ ആൻഡ് സോഷ്യൽ മീഡിയ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരുപാട് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റൈറ്റപ്സ്, എനിക്ക് ഈ ബ്ലോഗിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ കെയിം എ പോയിന്റ് വെയറിൻ ആ ഇൻസെക്യൂരിറ്റീനെ നമ്മുടെ സ്ട്രെങ്ത് ആക്കി എടുക്കൂലേ. ഇപ്പം എൻ്റെ ലോവർ ബോഡി അപ്പർ ബോഡീനെ കാട്ടി കുറച്ചുകൂടെ ബ്രോഡാണ്, പക്ഷേ എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ഇൻസെക്യൂരിറ്റി മാറ്റി എടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമുക്കതൊരു മോശമായിട്ട് തോന്നാതെ അതിനെ നമ്മൾ അഡോർ ചെയ്യാൻ പിടിക്കണം. അപ്പോൾ നമുക്ക് പേഴ്സണലി ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. എനിക്കത് എൻ്റെ ചുറ്റിനുമുള്ള വിമനാണ് സ്ത്രീകളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഒരു ഏറ്റവും കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്തു എന്ന് തോന്നുന്ന ഒരു വിമൻ ആരായിരിക്കും? എനിക്ക് എൻ്റെ അമ്മ ഭയങ്കര എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ്. ഞങ്ങളത് ഭയങ്കര അടിയും വഴക്കൊക്കെ ഉണ്ടാവും, എല്ലാ വീട്ടിലുള്ള പോലെ തന്നെയാണ്. പക്ഷേ അമ്മ ഭയങ്കരമായിട്ട് മൾട്ടി ടാസ്ക് ചെയ്യും. ഇപ്പോൾ വീട്ടിലെ കുക്കിംഗ് എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനൊരു ചേച്ചി വരും. അപ്പോൾ അമ്മ കുറച്ച് നാൾ അമ്മയുടെ അമ്മയ്ക്ക് സിസ്റ്ററിനും വയ്യാണ്ടിരുന്ന സമയത്ത് അമ്മ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീട് നോക്കേണ്ട ആവശ്യം വീട് ഞാനായിരുന്നു നോക്കേണ്ടിയിരുന്നു, കുക്കിംഗ് തൊട്ട് എല്ലാം. ഞാൻ രാവിലെ ആകുമ്പോൾ അമ്മയ്ക്ക് വാട്സാപ്പിൽ വോയിസ് നോട്ട് അയക്കും, അമ്മ ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാമോ. കാരണം അച്ഛൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അച്ഛൻ അമ്മേനെയും ഹെൽപ്പ് ചെയ്യും, എന്നെയും ഹെൽപ്പ് ചെയ്യും. അച്ഛൻ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ വോയിസ് നോട്ടായിട്ട് അയക്കും, ഞാൻ സാമ്പാർ ഉണ്ടാക്കും, സക്സസ്. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കും, അച്ഛനും ഞാനുമായിട്ട് ഉണ്ടാക്കും, അതും സക്സസ്. പക്ഷേ എനിക്കത് 3 നേരവും കൂടി ചെയ്യാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായ, നമ്മൾ ഹോം മേക്കർ എന്ന് പറയുമ്പോൾ പണ്ട് ഹോം മേക്കർ വേറെ എന്താ പരിപാടി, എപ്പോഴും എനിക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമായിട്ട് ഹോം മേക്കർ തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹോം മേക്കർ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ അമ്മമാരൊക്കെ എങ്ങനെയാണ് ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന്. ശരിക്കും നമ്മളത് പ്രോഗ്രാമൈസേഷന്റെ ഭാഗമായിട്ട് പോയതായിരിക്കും ഒരു പക്ഷേ അല്ലേ, സൊസൈറ്റിയിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവരത് ചെയ്തു പോയതായിരിക്കാം. അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത മൂടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഒരു ജനറേഷൻ വരെ അത് അങ്ങനെയാണ്, പെൺകുട്ടികളാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയാം. പക്ഷെ ഇപ്പൊ ആൺകുട്ടികൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നു, ഒരുപാട് പേര് എനിക്കറിയാം പേഴ്സണലി, രണ്ടുപേരും ഈക്വലി ചെയ്യുന്നവരെ. എനിക്ക് അങ്ങനത്തെ ആൺകുട്ടികളോട് ഭയങ്കര റെസ്പെക്റ്റുമാണ്, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. ഹെൽപ്പ് അല്ല, അവരും ചെയ്തു തുടങ്ങി, ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന. ഞാൻ തുടങ്ങുന്നതല്ല ഞാൻ പറയുന്നത്, ഈക്വലി. അതെ അതെ, ആൺകുട്ടികൾ മാത്രം കുക്ക് ചെയ്യണവരെ എനിക്കറിയാം. സോ അത് ആ ഒരു കാലഘട്ടം മാറി തുടങ്ങി. ഇപ്പൊ അമ്മയ്ക്ക് മടിയുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. എനിക്കിന്ന് കുക്ക് ചെയ്യാൻ വയ്യ, നമുക്കല്ല ബിരിയാണി മേടിക്കാന്ന് പറയുന്ന സമയങ്ങളുണ്ട്. സോ നമ്മൾ വിമൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഇത്രയും കാലയളവിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആസ് എ വിമൻ നമുക്ക് ഉണ്ടാകുന്ന കുറേ റിയലൈസേഷൻസും അതേപോലെ നമ്മുടെ മെൻ്റലി നമുക്ക് ഉണ്ടാകുന്ന കുറേ മെച്യൂരിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, ഒരു ചേഞ്ചസ്. അതെന്താണ് നമിതയിൽ ഉണ്ടായിട്ടുള്ളത് ആസ് എ വിമൻ? അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ. എനിക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. എൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ആസ് എ വിമൻ ഞാൻ ഫിസിക്കലി എനിക്ക് വന്നൊരു മാറ്റം ഞാൻ പറയാം. ഞാൻ വർക്കൗട്ട് നന്നായിട്ട് ഇപ്പം വർക്കൗട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളുടെ മൈൻഡിൽ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിമൻ എന്നുള്ള രീതിയിലല്ല, ജനറലൈസ് ചെയ്ത് പറയുന്നത്, വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിചാരിക്കുന്നത് ഒന്നെങ്കിൽ മെലിയാൻ, ഫസ്റ്റ് വരുന്നത് നമുക്ക് തടി കുറയണം, മെലിയണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ മെലിയാന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ആസ് വി ഏജ് നമുക്ക് ബോഡി വൈസ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, ജോയിൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെയും അതിന് പുഷ് ചെയ്യാറുണ്ട്, അമ്മയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, വർക്ക്ഔട്ട് ചെയ്യുക മെലിയ, ആ ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് ലൈഫിൽ കൂടുതൽ ബീങ് ഹെൽത്തി
ഹെൽത്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ വെൽത്ത് എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഫുഡ് ഹാബിറ്റ്സും എല്ലാം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഫിസിക്കലി ഗട്ട് ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, വയറാണ് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ, വയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഞാൻ ഫിസിക്കലി വലിയ രീതിയിൽ മാറ്റിയ കാര്യമാണ്. മെലിയ തടിക്കുക അങ്ങനത്തെ സംഭവങ്ങളല്ലാതെ ഹെൽത്തി ആയിട്ട് നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടാവുക എന്നതാണ് എൻ്റെ ഫസ്റ്റ് ഫിസിക്കലി വന്ന മാറ്റം. പിന്നെ രണ്ടാമത് മെൻ്റലി വന്നത്, ഞാനിപ്പോൾ ആരടുത്തും ഒരുപാട് ഈ വാലിഡേഷൻ ഒന്നും പോകാറില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അത് ഓക്കെയാണോ എന്ന് പലരോടും നമ്മൾ ചോദിച്ച് അതില്ല, അത് നമ്മളെനിക്ക് തോന്നുന്നു കൂടുതൽ ഇമോഷണൽ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇമോഷണലി അങ്ങനത്തെ കുറച്ച് ആ ഒരു ഫേസ് അല്ല ഞാനിപ്പോൾ. നമ്മളൊരു യുക്തിയിൽ കാര്യങ്ങൾ ചെയ്യല്ലേ, അപ്പം അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് നമ്മുടെ ഡിസിഷനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. വാലിഡേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് മനസ്സിലാവണുണ്ടോ എന്ന് അറിയില്ല. സ്വന്തം അഭിപ്രായങ്ങൾ, കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഡിസിഷൻസ് വേറെ ആരെയും ആശ്രയിക്കാതെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. വട്ട് എവർ പീപ്പിൾ സേ ഐ ഡോണ്ട് കെയർ. പിന്നെ ചുറ്റിനുള്ള ആ നോയ്സ് ഇല്ലേ ആളുകളുടെ, അതെന്നെ ഇപ്പോൾ വലുതായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മളുടെ ജീവിതം നമ്മൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ വേറെ ആരും നോക്കാൻ പോകുന്നില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ആളാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുക. അതിപ്പം ഫെയിലിയർ ആയാലും സക്സസ് ആയാലും അത് നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കണം. പിന്നെ നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തണം. മറ്റൊരാളെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത്, ഒരു വ്യക്തിനെ അല്ലെങ്കിൽ മറ്റെന്തൊരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലാതെ വി ഷുഡ് ഫൈൻഡ് ആർ ഓൺ ഹാപ്പിനെസ്. ബാക്കി ആരും അല്ല ചെയ്തു തരേണ്ടത്. കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതൊക്കെ ബേസിക് പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം സിനിമയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബിസിനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ബിസിനസ്സിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് എന്താണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത്, ഞാൻ കുറേ സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്, വായിച്ചപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലായില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മേ ബി സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, നമ്മൾ വിചാരിക്കാത്ത ആളുകളായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിനെ കാട്ടി ഓഫ്കോഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ തന്നെ വിചാരിക്കാത്ത ആളുകളായിരിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഫ്രണ്ട്സുകളൊന്നും പിന്നെ ഞാൻ സമ്മർ ടൗൺ തുടങ്ങിയ സമയത്തൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ നിന്ന് എൻ്റെ 2-3 ആളുകൾ സപ്പോർട്ട് ചെയ്തു. ലൈക്ക് ദേ വിൽ ലിറ്ററലി ചിയർ ഫോർ യു. നമുക്ക് വേണ്ടിയിട്ട് ചിയർ ചെയ്യും കുറേ ആളുകൾ. പക്ഷെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ട് പോലും ഇല്ല. ദേ കം ഇൻ ഫ്രണ്ട് ഓഫ് മൈ പ്ലേസ് ബട്ട് ദേ നെവർ എൻറ്റർ. അപ്പം ഞാനിത് കുറേ ബിസിനസ്സുകാർ, ഇപ്പൊ സിനിമ റിലീസായാലും അങ്ങനെയല്ലേ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സിനിമ കാണാൻ പോകാറില്ലല്ലോ. നമ്മുടെ ആ ഒരു വെൽ വിഷേഴ്സ് മാത്രം. പക്ഷെ എല്ലാവരും പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യും, പക്ഷെ സിനിമയ്ക്കൊന്നും പോകുന്നതൊക്കെ അത്ര ഹിറ്റായാൽ മാത്രമേ പോവാറൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിച്ച് മീൻസ് ആസ് ഇഫ് ഇറ്റ്സ് വെരി നൈസ്. സ്ട്രേഞ്ചേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പം അതൊരു വലിയ കാര്യമാണ്. അതെ, അതൊരു പോസിറ്റീവ് സാധനം കൂടിയാണ്. നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഇപ്പൊ സിനിമയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, സിനിമയിൽ വരുന്നതെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു സ്ട്രഗിൾ ആണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദി നമ്മൾ ഈ പറയുന്നത് പോലെ പലരും കംബാക്ക് നടത്താൻ ശ്രമിക്കുന്ന പലരും ആളുകളും പറയുന്ന കാര്യം ഒരു സംബന്ധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സിനിമയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, ബട്ട് സസ്റ്റെയിനിങ് ദെയർ ഈസ് മോസ്റ്റ് ഹാർഡസ്റ്റ് പാർട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. സോ ആ ഒരു എന്താണ്, ആ ഒരു വ്യൂ പോയിന്റിനോട് എങ്ങനെയാണ് നമിതയുടെ ഒരു തോട്ട്? അത് ശരിയാട്ടോ, സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിറ്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു 5-6 പടം വർക്കായില്ല എന്ന് വിചാരിക്കുക, ഒരൊറ്റ ഹിറ്റ് പടം മതി, വീണ്ടും പഴയ പോലെ തന്നെയാവും. അതുപോലെ എനിക്കിവിടെ സീസണൽ ആക്ടേഴ്സ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. കുറച്ച് നാൾ കുറച്ച് ആക്ടേഴ്സ് ആയിരിക്കും കംപ്ലീറ്റ്ലി എല്ലാ റോൾസും എല്ലാം അവരിലേക്കാണ് പോകുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പയ്യെ ഒന്ന് ഡിമിനിഷ് ചെയ്തിട്ട് പിന്നെ വേറെ കുറച്ച് ആക്ടേഴ്സ് വരും. കുറച്ച് നാൾ അവർ കംപ്ലീറ്റ്ലി സിനിമ റിവോൾവ് ചെയ്ത് വീണ്ടും അത് താഴോട്ട് പോകും. പിന്നെ ആ പോയവർ തന്നെ വീണ്ടും വരും, ഇവരിങ്ങോട്ടും പോവും. അങ്ങനെ വന്നും പോയിരിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് സിനിമ തോന്നിയിട്ടുള്ളൂ. അതെ, ഇനി റൂമേഴ്സ് ഭയങ്കര സിനിമയിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു റൂമർ കേട്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും റൂമേഴ്സ് എല്ലാം നമിത കേട്ടിട്ടുണ്ടോ?
റൂമേഴ്സൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ എഫക്റ്റീവ് ആയിരുന്നു എന്നെ. ഓക്കെ. ഞാൻ എന്ത് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ സിനിമയുടെ എനിക്കൊന്ന് വിക്രമാദിത്യന് മുന്നേ ആണെന്ന് തോന്നുന്നു, ഞാൻ അഭിനയം നിർത്തി ഞാൻ പോവാന്നൊക്കെ അങ്ങനെയൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ നിർത്തിയിട്ടില്ല, അപ്പൊ എനിക്ക് സിനിമ ഒന്നും വരില്ലേ ചെറുപ്പത്തിലല്ലേ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. അങ്ങനെ കുഞ്ഞു പിന്നെ എല്ലാ ആഴ്ചയും കല്യാണം ഉണ്ടാവും, ഓരോരുത്തരായിട്ട് കല്യാണം. അതെ. കഴിഞ്ഞ ഇത് അവ എനിക്ക് തോന്നി യൂട്യൂബിൽ ഇങ്ങനത്തെ മഞ്ഞപ്പത്രം പോലെ നടത്തുന്നവർക്കൊന്നും വേറെ പണിയില്ല. ലൈക്ക് നോട്ട് എവറി ചാനൽ, പക്ഷെ ചിലതൊക്കെ കാരണം സാധാരണക്കാര് കാണുന്ന ഒരുപാട് പേരുണ്ട്, സാധാരണ ആളുകൾ വിശ്വസിക്കുന്നതുണ്ട്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരു ഫിലിമിന്റെ സ്റ്റില്ലിട്ട്, കല്യാണത്തിന്റെ സ്റ്റില്ലിട്ട സമയത്ത് അതിന് ഫേസ് മാത്രം, നടന്റെ ഫേസ് മാത്രം മാറ്റിയിട്ട് യൂട്യൂബിൽ കംപ്ലീറ്റ് എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അമ്മമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ, എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ അമ്മമ്മേനെ വിളിച്ചു പറഞ്ഞു, എന്നാലും ഭയങ്കര മോശമായി പോയിട്ടോ, നമ്മൾ ഇത്രയും ചെറുപ്പം തൊട്ട് കാണുന്ന കുട്ടികളെ കല്യാണത്തിന് പോലും ഞങ്ങളെയൊക്കെ അങ്ങനെ. അപ്പൊ അമ്മമ്മ കല്യാണോ, ആരുടെ കല്യാണം കഴിഞ്ഞത് അവർ വിശ്വസിച്ചു. അമ്മമ്മ കല്യാണം കഴിയാ, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ കുറെ പേരുടെ ഇൻസ്റ്റൻസസ് കാണാറില്ലേ. ശരിയാ, ചില മരണ വാർത്തകൾ വരെ ചിലവര് വന്ന് പറയേണ്ടി വരും മരിച്ചിട്ടില്ല, എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, AI മുന്നേ എന്തോ മോർഫ് ചെയ്യുന്ന രീതിക്ക് ഒരു ഇത് നമ്മുടെ പിക്ചേഴ്സ്. അങ്ങനെ ഞാൻ ഏതൊരു പേജിൽ എൻ്റെയും ഫാമിലിയുടെയും ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരുടെയും പിക്ചേഴ്സൊക്കെ ഭയങ്കര മോർഫ് ചെയ്ത് ഭയങ്കര വൃത്തികെട്ട രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം ഞാൻ ഈ സിനിമയിലുള്ളതുകൊണ്ട് അല്ലാതെ സാധാരണ പെൺകുട്ടികളുടെയൊക്കെ ഒരുപാട് അങ്ങനത്തെ ഇൻസ്റ്റൻസസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ലീഗലി പോയിട്ടുണ്ടായി. അതെയോ? കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന, ഇപ്പം എനിക്ക് സിനിമ ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടി മനസ്സിലാവും. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ഒരു സാധാരണ ഫ്രണ്ടിൻ്റെ കൂടെ, സാധാരണ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കുട്ടിയുടെ കൂടെ നിന്ന ഫോട്ടോ പോലും ആ കുട്ടീനെ വരെ മോർഫ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ചെയ്യുന്നതേ വളരെ മോശമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കോൺസിക്വൻസസ് അറിയാവുന്നതുകൊണ്ട് ലൈക്ക് അവരത്രയും ഹേർട്ടായി. പിന്നെ എൻ്റെ ഫാമിലിക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് തന്നെ തോന്നി ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല. അത് വിച്ച് ഇസ് വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് റോങ്, എക്സ്ട്രീംലി റോങ്. ആൻഡ് ഐ വെന്റ് ഫോർവേഡ് ലീഗലി. എന്നിട്ട് ആളെ പിടിച്ചിട്ടുണ്ടായി. പിടിച്ചു? എന്തായിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമിതാനെ, അതുകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ്. അങ്ങനെ ലീഗലി നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം പലരും വിചാരിക്കാത്തൊരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിൽ ആർക്ക് വേണമെങ്കിലും ഫേക്ക് ID ഉണ്ടാക്കി എന്ത് വേണമെങ്കിലും ആരെ വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇറ്റ് ഈസ് വെരി ഈസി ടു ട്രാക്ക് ദം. അതെ, അത് ഇവർക്ക് അറിയില്ല. കേസ് ഫയൽ ചെയ്ത് ആരും ഒന്നും അറിയില്ലല്ലോ. ഒരു ID ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ പോലും 0 followers 0 ഇതെല്ലാം 0 ആയിരിക്കും. പക്ഷെ കമന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ you can easily track them. അത് ആർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. അതിന്റെ പുറകെ ചെയ്യുമ്പോൾ മെനക്കെട്ട് കിടന്ന് ഞാൻ പുറകെ നടന്നു, മെനക്കെട്ട് കിടന്നു. ഇനി എത്ര ആണെങ്കിലും കുഴപ്പമില്ല, അയാൾ പിടിച്ചിരിക്കുന്നു. And he was a college student. എന്ത് BCom എന്തോ പഠിക്കുകയായിരുന്നു, വ്യൂസിന് വേണ്ടി അല്ലേ. പിന്നെ വേറൊരു സിനിമയുടെ നമ്മുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിലോ, അടികപ്പിയാരെ കൂട്ടമണി, എനിക്ക് ഒരു ഭയങ്കര അടിപൊളി കാസ്റ്റാണത്. ഇപ്പോ ധ്യാനുണ്ട്, നീരജ് ഉണ്ട്, അതേപോലെ അജു വർഗീസ്. എനിക്ക് തോന്നുന്ന ഒരുപാട് സംഭവബഹുലമായ ഒരു എന്തായിരിക്കും കഥകളൊക്കെ ഉള്ള ഒരു സിനിമ ആയിരിക്കാം. ലൈക്ക് ഓൺ സ്ക്രീനല്ല ഞാൻ പറയുന്നത്, ആ ഒരു സെറ്റിലൊക്കെ അതേപോലെയുള്ള കഥകളൊക്കെ ആയിരിക്കുമല്ലോ. എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാൻ പറ്റിയൊരു മൊമെന്റ് ഉണ്ടായിരിക്കും. ധ്യാനമായിട്ടൊക്കെ ഭയങ്കര ലൈക്ക് എനിക്ക് ധ്യാനമായിട്ടും കുറെ റൂമേഴ്സ് ഇറങ്ങിയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. അതിപ്പോ എല്ലാ സിനിമയിലും അങ്ങനെയാണല്ലോ, കല്യാണം കഴിക്കാത്തവർ രണ്ടുപേരും അഭിനയിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റൂമേഴ്സ് ആയിരിക്കും. എനിക്കൊന്ന് റൂമേഴ്സ് ഇപ്പൊ കുറവാന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. കുറച്ചുകൂടി അറിയാം ആളുകൾക്ക്, കുറച്ചുകൂടി അങ്ങനത്തെ ടോക്സ് ഇപ്പൊ വരാറില്ല. ആ സമയത്ത് നല്ല രസമായിരുന്നു, കാരണം അവരെല്ലാരും യങ്സ്റ്റേഴ്സ് ആണ്, നമ്മളുടെയൊക്കെ ഏകദേശം ആ ഒരു പീരീഡിലുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്, എല്ലാവരുടെയും വൈബ് അങ്ങനെയാണ്. പിന്നെ അത് മെൻസ് ഹോസ്റ്റലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ മെൻസ് ഹോസ്റ്റൽ ഞാനും സാൻഡ്ര തോമസ്, ഫ്രൈഡേയുടെ അപ്പോൾ പ്രൊഡക്ഷൻ്റെ പാട്ടായിരുന്നു സാൻഡ്ര ചേച്ചി ഞാനും മാത്രമേ ലേഡീസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പയ്യന്മാരായിരുന്നു, മെൻസ് ഹോസ്റ്റലും എല്ലാവരും പയ്യന്മാരായിരുന്നു. പക്ഷേ
ഭയങ്കര രസമായിരുന്നു. ലൊക്കേഷൻ മൊത്തത്തിലൊരു ഓളമായിരുന്നു. കംപ്ലീറ്റ്ലി ഭയങ്കര ഓളമായിരുന്നു. അതിൽ പല സീക്വൻസും സ്ക്രിപ്റ്റിനെ കാട്ടി അവർ ഇംപ്രവൈസ് ചെയ്തതാണ്, സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്തതാണ്. ഓക്കെ. എല്ലാവരും സ്പോട്ടിൽ ഇംപ്രവൈസ്. ആരും അങ്ങനെ സീനിയർ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ മുകേഷ് ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിജുക്കുട്ടൻ ചേട്ടന് അപ്പോൾ കുറേ സിനിമയൊക്കെ ചെയ്ത സമയമായിരുന്നല്ലോ. അപ്പോൾ ബാക്കി എല്ലാവരും അതുകൊണ്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ ഇങ്ങനെ പാട്ടൊക്കെ പാടി സമയമൊക്കെ കളഞ്ഞ് മ്യൂസിക്കൊക്കെ എല്ലാം ആ സമയത്ത് എനിക്കൊന്ന് മാർഷലിന് എന്തോ സ്പീക്കർ എന്തോ അവരുടെ കയ്യിൽ ആരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിലും സ്പീക്കേഴ്സും ഇതൊക്കെ വെച്ചിട്ട് ഫുൾ ടൈം ലൊക്കേഷനിലും ജാമിങ് ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും മാറിപ്പോയി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, ധ്യാൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഇവർ രണ്ടുപേരും രണ്ടുപേരും രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഒരാളുകളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ. സോ അവരുടെ രണ്ടുപേരും കൂടെ അഭിനയിച്ച ഒരാളെന്ന് ശ്രീനിയങ്കളുടെ കൂടെ അഭിനയിച്ചു. ട്രാഫിക്. ഓക്കെ. അപ്പൊ ഇത്രയും പേരെ കൂടെ അഭിനയിച്ചു. 3 പേരെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വിനീതേട്ടൻ കുറച്ചുകൂടി ഭയങ്കര ഫാമിലി പേഴ്സൺ ആണ്. ഞങ്ങൾ ഓർമ്മയുണ്ട് മുഖം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ദിവ്യായിട്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, ഇപ്പൊ ദിവ്യ അങ്ങനെ ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് അങ്ങനത്തെയാണ്. കുറച്ചുകൂടി കാം പേഴ്സൺ ആണ്, കുറച്ചുകൂടി ഭയങ്കര കാം. പക്ഷെ ഇവർക്ക് എവിടേക്കോ ഇവരുടേതായിട്ടുള്ള ട്രേസസ് ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ ചെറിയ ട്രേസസ് ഒക്കെ ഉണ്ട്. ധ്യാൻ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ആ സമയത്തൊക്കെ കുറച്ചുകൂടി ഒരു യങ്, ഭയങ്കര എനർജറ്റിക്, എന്ത് മൈൻഡിൽ തോന്നുന്നത് അപ്പം വിളിച്ചു പറയുന്ന ഒരാൾ. വിനീതേട്ടൻ കുറച്ചുകൂടെ ചിന്തിച്ചിട്ടൊക്കെ പറയുള്ളൂ കോൺസിക്വൻസസ്. വിനീതേട്ടൻ നല്ല ബുദ്ധിമാനാണ്. ഇവർ രണ്ടുപേരും നല്ല ബുദ്ധിയുള്ളവർ തന്നെയാണ്, ഭയങ്കര ബ്രെയിനിയാണ് ഇവർ രണ്ടുപേരും. ഇപ്പം വിനീതേട്ടനും ധ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ കോൺസിക്വൻസസ് ഒക്കെ ആലോചിച്ചിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. ധ്യാൻ കുറച്ചുകൂടി ഇമ്പൾസീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ശ്രീനിവാസൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ട് അത് ശ്രീനങ്ങൾ പക്ഷെ നമുക്ക് അങ്ങനെ ഭയങ്കര അങ്ങനെ ഇരുന്ന് സംസാരിക്കലൊന്നും. ഓക്കെ. അല്ലാതെ വേറെ ഒരു ബ്രദേഴ്സ് രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പൃഥ്വിരാജും അതേപോലെ തന്നെ ഇന്ദ്രയും. അവര് തമ്മിൽ എനിക്ക് കുറച്ച് സിമിലാരിറ്റീസ് അവരുടെ തോട്ട്സും കോൺവെർസേഷൻസും തോട്ട്സും അതൊക്കെ ആയിട്ട്. ആരോടാണ് കുറച്ചുകൂടി അടുപ്പമുണ്ടായിരുന്നു ലൈക്ക് ആ സമയത്തൊക്കെ കുറച്ചുകൂടി ഈസിലി ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടുപേരും അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല. രാജുവേട്ടൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈവൻ തോ നമുക്ക് ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര നമുക്ക് അപ്രോച്ചബിൾ അല്ല എന്ന് ചിലപ്പോൾ തോന്നുക, ബിക്കോസ് ഓഫ് ഹിസ് ലാംഗ്വേജസ് ഓര എവറിത്തിങ്. പക്ഷേ ഹി ഈസ് വെരി നൈസ് ഡീപ്പ് ഇൻസൈഡ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഓക്കെ. കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു, സിനിമയെക്കുറിച്ച് സംസാരിച്ചു, ഫാമിലിയെ പറ്റി സംസാരിച്ചു. എന്താണ് മുന്നിലേക്കുള്ള ഒരു വലിയ പ്ലാനുകൾ കഴിഞ്ഞിട്ട് എന്താന്ന് പോലും എനിക്ക് അറിയില്ല. ഓക്കെ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റാറ്റ് റേസിൽ പെടാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളായിട്ട് ഏതോ ഒരു വീഡിയോയിൽ. ആക്ച്വലി എനിക്ക് കുറച്ച് മനസ്സമാധാനം ഒക്കെ വേണം, അങ്ങനത്തെ ഒരു രീതിക്ക് പോകുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര കോമ്പറ്റീറ്റീവ് അല്ല എന്ന് തോന്നുന്നു. വെരി എന്താ പറയുക, കുറച്ചുകൂടി കമ്പോസ്ഡ് ആണ്, കുറച്ചുകൂടെ കാം കമ്പോസ്ഡ് ഒക്കെയാണ്. ബട്ട് ഐ എം വെരി ട്രിക്കി ഓൾസോ. ഐ ക്യാൻ ട്രിക്ക് പീപ്പിൾ ഈസിലി ആൻഡ് മേക്ക് ദം ഡു തിങ്സ്. അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനങ്ങനെ ഭയങ്കര റാറ്റ് റേസ് ഒരു കാര്യം ആലോചിച്ച് ഇഫ് സംതിങ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട് അത് ആലോചിച്ച് ഭയങ്കര വിഷമിച്ച് ഡെസ്പടിച്ച് അങ്ങനെ ശരിക്കും ആരും ഇരിക്കരുത്. നമുക്ക് ഇഫ് ആൻ ഓപ്ഷൻ എ ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട് ദർ ഇസ് ഓൾവേസ് ഓപ്ഷൻ ബി. ഇഫ് യു ക്യാൻ മാനേജ് ബോത്ത് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നേ വരെ ഇതെനിക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സെൻഡ് അടിച്ച് ഇരിക്കാറ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത് പറയും, ജസ്റ്റ് ഗ്രീവ്, കുറച്ച് ദിവസം 2 ദിവസം വിഷമിച്ചിരിക്കുക, പക്ഷെ ജസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്, വട്ട് എവർ ഇറ്റ് ഇസ്, ജസ്റ്റ് കം ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ ഭയങ്കര പ്രേ ചെയ്യുന്ന ആളാണ്. എനിക്ക് പ്രെയർ നന്നായിട്ടുണ്ട്. വിശ്വാസമല്ല, ആ ഒരു പ്രെയർ ഇല്ലേ, പ്രെയർ എന്നെ കൂടുതൽ കാം ആൻഡ് കമ്പോസ്ഡ് ആക്കും. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ ഞാൻ നല്ലോണം പ്രാർത്ഥിക്കും. ഞാൻ ഇന്ന ദൈവം അങ്ങനെയൊന്നുമല്ല, പക്ഷെ മോർ ലൈക്ക് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്കതൊരു ഭയങ്കര കാംനെസ് കിട്ടുന്ന ആളാണ്. പിന്നെ ഞാൻ കുറച്ച് സമയം കൊടുക്കും, അപ്പം എല്ലാം കലങ്ങി തെളിയും. അങ്ങനെ ആ ജീവിക്കുന്ന ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് നമ്മൾ ജീവിക്കണം. കാരണം നമുക്കറിയില്ല ഇനി എന്താ വരാൻ പോകുന്നത്. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സമയം
മാക്സിമം സന്തോഷിച്ച് ജീവിക്കുക. ആ അങ്ങനെ അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ. സോ ലൈഫിന്റെ ഒരു ഫിലോസഫി അത് തന്നെയാണോ? ലൈഫിൻ്റെ ഫിലോസഫി ഇറ്റ്സ് വെരി സിമ്പിൾ. ലൈഫ് ഇസ് വെരി സിമ്പിൾ. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഒരുപാട് നമ്മൾ കോംപ്ലിക്കേറ്റ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ലായിരിക്കും കാര്യങ്ങൾ വരാനുള്ളത്. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ നമ്മൾ ഓവർ ആലോചിച്ച് ഇപ്പം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഗോ വിത്ത് ദ ഫ്ലോ എന്നാണ്. ഗോ വിത്ത് ദ ഫ്ലോ ഡെഫിനറ്റ്ലി. ആൻഡ് ദിസ് ടു ഷാൽ പാസ് എന്ന് ഞാൻ ഇതും കടന്നു പോകും വിശ്വസിക്കും. അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരു കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അധികം നേരം ഉണ്ടാവില്ല. ഇപ്പം സന്തോഷമാണെങ്കിലും ആ ഫേസും കടന്നു പോയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ഒരു മോഡറേറ്റ് ലെവലിലായിരിക്കും. ഭയങ്കര സന്തോഷം ഞാൻ അങ്ങനെ ഭയങ്കര അട്ടഹസിച്ച് സംഭവിച്ചു അങ്ങനെയൊന്നും നടക്കാറില്ല. ആ ഒരു രീതിക്ക് എടുക്കാറുള്ളൂ. ഇനി സങ്കടം വന്നാലും ഒരു രാത്രി കിടന്ന് കരഞ്ഞ് രാവിലെ ആകുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ അടിപൊളി ഓവർ തിങ്കറാണ്. ആണോ? കോൺട്രഡിക്ഷൻ. ഞാൻ നല്ല ഓവർ തിങ്കറാണ്. പക്ഷെ ഞാനിപ്പോൾ അത് അങ്ങനെ വിച്ച് ഇസ് ഗുഡ് വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് ആൻഡ് ഓൾ. കാരണം നമുക്ക് കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കോൺസിക്വൻസസ് കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുറച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഓവർ തിങ്കിങ്. കുറേ നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന സ്വഭാവങ്ങളുണ്ട്. നമുക്ക് മാറ്റാൻ പറ്റും, പക്ഷെ നമ്മൾ അത് ചെയ്യില്ല. ഇമ്പൾസീവായിട്ട് പലതും അങ്ങനെ ചെയ്യില്ല. മാറ്റാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ നല്ല ലിസണർ അല്ലായിരുന്നു. ഓക്കെ. എൻ്റെ മൈൻഡ് ഇങ്ങനെ ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഞാനത് ഇങ്ങനെ എൻ്റെ മൈൻഡിൽ അടുത്ത എന്ത് സംസാരിക്കണമെന്ന് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഞാൻ ആ ക്വാളിറ്റി പയ്യെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ലിസണർ ആവുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് അതിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പോൾ ലിസണിങ് ഞാൻ കൂടുതൽ ഷാർപ്പാക്കാൻ തുടങ്ങി. കുറേ മോശം വശങ്ങളും ഉണ്ട് എൻ്റെ സ്വഭാവത്തിൽ. ലൈക്ക് എനിക്ക് ദേഷ്യം വരും, അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ. അൺകൺട്രോളബിൾ ആയിട്ടുള്ള അല്ല, അൺകൺട്രോൾ അതൊക്കെ ആ മൊമെന്റിലേ ഉള്ളൂ. പക്ഷെ ദേഷ്യം വന്നാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പണ്ടൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുമായിരുന്നു. എനിക്ക് ദേഷ്യം വന്നാൽ കരച്ചിൽ വരും. ദേഷ്യം വന്നാൽ ഞാൻ ഷൗട്ട് ചെയ്യില്ല, എനിക്ക് കരച്ചിൽ വരും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് 2 ബ്രീത്ത് എടുത്തിട്ട് ഞാൻ ചോദിക്കും ഓപ്പോസിറ്റ് എന്തിനാണ് അങ്ങനെ ചെയ്തത്. ഞാൻ റീസൺ ചോദിക്കും. റീസൺ ചോദിച്ച് അവർക്ക് മനസ്സിലാവുന്ന വരെ ഞാൻ ചോദിക്കും. ഞാൻ ലൈക്ക് വാട്ട് വെന്റ് റോങ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് മോശം ചെയ്തെങ്കിൽ ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് ബോദറിങ് മീ, ഇതാണ് എന്നെ ബോദർ ചെയ്യുന്നത്. സി ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പ്രശ്നം അങ്ങ് ഇല്ലാണ്ടാക്കും. ചിലത് നമുക്ക് അൺകൺട്രോളബിൾ ആണ്, കമ്മ്യൂണിക്കേഷൻ പറ്റില്ല. പക്ഷെ അതങ്ങ് പൊക്കോളും. ഞാൻ അധികം നേരം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കില്ല. സോ നമ്മൾ കുറേ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. സിനിമയാണെങ്കിലും ജീവിതമാണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുന്നിലേക്ക് ഇനിയും കുറേ സിനിമകൾ വരട്ടെ. സൂപ്പറായിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. മേ ബി ഈ വർഷം ഞങ്ങളുടെ പുതിയ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. ഓക്കെ. അതെ, എവിടെയൊക്കെ? ലൈക്ക് കൊച്ചി. പറയാം, സർപ്രൈസ് ആണ്. പുതിയ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. സോ എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.